गेहे गेहे संस्कृतभाषा भवतात् पुनरपि वाणी वीणापाणि मङ्गलकारी पन्नगवेणी श्रीधरी वीणापाणि मङ्गलकारी पन्नगवेणी श्रीधरी वाणी सुमधुरगानविलोले मधुर मधुर सुमगानविलोले प्रेमस्वरूपिणि मामगजननी प्रेमस्वरूपिणि मामगजननी। നമസ്തേ സർവേഷാം നമസ്കാരഃ. അദ്യ സംസ്കൃതദിനം. ഇന്ന് ദേശീയ സംസ്കൃത ദിനം. സംസ്കൃത ഭാഷയെക്കുറിച്ച് നമുക്ക് അല്പം ചിന്തിക്കാം. ശ്രാവണ മാസത്തിലെ പൗർണമി ദിവസമാണ് എല്ലാ വർഷവും സംസ്കൃത ദിനമായി ആചരിക്കുന്നത്. അളവറ്റ വിജ്ഞാനത്തിൻ്റെയും കലാശാസ്ത്രാദി സമ്പത്തിൻ്റെയും കലവറയാണ് സംസ്കൃത ഭാഷ. ഭാരതീയ ഭാഷകളുടെ അമ്മയാണ് സംസ്കൃത ഭാഷ. അതീവ സമൃദ്ധവും പരിഷ്കൃതവുമാണ് ഈ ഭാഷ. അതുകൊണ്ടാണ് ഈ ഭാഷയെ സംസ്കൃതം എന്നു പറയുന്നത്. സംസ്കൃതം എന്നാൽ ശുദ്ധീകരിച്ചത് എന്നാണ് അർത്ഥം. വേദോപനിഷത്തുക്കൾ, ഇതിഹാസ പുരാണങ്ങൾ, ധർമ്മശാസ്ത്ര, ഗണിത, ആയുർവേദ, സംഗീത, അർത്ഥശാസ്ത്രാദികൾ എല്ലാം സംസ്കൃത ഭാഷയിലാണ്. സർവേഭ്യഃ നമോ നമഃ. സുഭാഷിതം അവതരിപ്പിക്കുന്നത് ശ്രേയാ പാർവതി. കേയൂരാണി ന ഭൂഷയന്തി പുരുഷം ഹാരാ ന ചന്ദ്രോജ്വലാ ന സ്നാനം ന വിലേപനം ന കുസുമം നാലം കൃതാ മൂർധജാ വാണ്യേകാ സമലം കരോതി പുരുഷം യാ സംസ്കൃതാ ധാര്യത്തെ ക്ഷീയന്തേ ഖലു ഭൂഷണാനി സതതം വാഗ്ഭൂഷണം ഭൂഷണം. നല്ല സ്വർണത്തോൾ വളകളോ ചന്ദ്രപ്രഭയുള്ള ഹാരങ്ങളോ അല്ല മനുഷ്യന് ഭൂഷണമായിരിക്കുന്നത്. സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചുള്ള കുളിയോ ചന്ദനലേപനങ്ങൾ തേക്കുന്നതോ പൂക്കൾ ചൂടുന്നതോ അല്ല മനുഷ്യനെ യോഗ്യനാക്കുന്നത്. മറിച്ച് മറ്റുള്ളവർക്ക് നന്മ കൊടുക്കുന്ന സംസാരവും സംസ്കാരയുക്തവുമായ ഭാഷയുമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ അലങ്കാരം. കേയൂരാണി ന ഭൂഷയന്തി പുരുഷം ഹാരാ ന ചന്ദ്രോജ്വലാ ന സ്നാനം ന വിലേപനം ന കുസുമം നാലം കൃതാ മൂർധജാ വാണ്യേകാ സമലം കരോതി പുരുഷം യാ സംസ്കൃതാ ധാര്യത്തെ ക്ഷീയന്തേ ഖലു ഭൂഷണാനി സതതം വാഗ്ഭൂഷണം ഭൂഷണം. ധന്യവാദः. സുഖാർത്ഥിനഃ കുതോ വിദ്യ. സുഖം മാത്രം അന്വേഷിക്കുന്നവന് അറിവ് ലഭിക്കില്ല. ജീവേഷു കരുണ ചാപി മൈത്രി തേഷു വിധീയതാം. എല്ലാ ജീവജാലങ്ങളോടും കരുണയും സൗഹൃദവും പുലർത്തുക. മിതം ച സാരം ച വചോ ഹി വാഗ്മിത. സംക്ഷിപ്തവും ഉറച്ചതുമായ സംസാരമാണ് വാഗ്മിയുടെ ലക്ഷണം. മുണ്ടേ മുണ്ടേ മതിർഭിന്ന ബഹുജനം ഫലവിധം. ഓരോരുത്തരുടെയും ചിന്താരീതി വ്യത്യസ്തമാണ്. ആനോ ഭദ്രാഹ ക്രതവോ എന്തു വിശ്വതഃ. എല്ലാ ദിക്കിൽ നിന്നും ശ്രേഷ്ഠമായ ചിന്തകൾ നമ്മളിലേക്ക് വരട്ടെ. രാഷ്ട്രകുലാ